മൂവാറ്റുപുഴയുടെ യുവകലാകാരന്മാരായ അരുൺ ബോസിന്റെയും മൃദുൽ ജോർജിന്റെയും ക്രിസ്മസ് ഗിഫ്റ്റ് ചിത്രമായ മിണ്ടിയം പറഞ്ഞം ചിത്രത്തിന് ബിഗ് സ്ക്രീനിലെ റിസൾട്ടിന് പുറമെ ആദ്യ ദിനം OTT-യിലും മികച്ച പ്രതികരണം. വ്യാഴാഴ്ച OTT റിലീസായ ഫാമിലി ചിത്രം ആദ്യ ദിനം ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഉണ്ണിമുകുന്ദനെയും അപർണ ബാലമുരളിയെയും സക്സസ് ജോഡികളാക്കിയുള്ള മികച്ച ഫാമിലി ചിത്രത്തിനാണ് അരുൺ ബോസും മൃദുൽ ജോർജും രൂപം നൽകിയത്. ഹിറ്റ് ചലച്ചിത്രം ലൂക്കയ്ക്ക് ശേഷം മൂവാറ്റുപുഴ സ്വദേശികളായ അരുൺ ബോസും മൃദുൽ ജോർജും ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും മിണ്ടിയും പറഞ്ഞുവിനുണ്ട്. ഓൺ സ്ക്രീനിൽ സനലിന്റെയും ലീനയുടെയും പ്രണയവും വിവാഹവും പ്രവാസ ജീവിതവും കോർത്തിണക്കി അരുൺ ബോസും മൃദുൽ ജോർജും ചേർന്ന് രചന നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനവും അരുൺ ബോസ് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. പ്രണയവിവാഹം ചെയ്തവർക്കും പ്രവാസ ജീവിതം അനുഭവിക്കുന്നവർക്കും ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫാമിലി ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് തിയേറ്ററിലും ആദ്യ ദിനം OTT-യിലും ലഭിച്ചത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ റൊമാൻസും കെമിസ്ട്രിയും ഫോൺ സംഭാഷണത്തിലൂടെ പ്രേക്ഷകർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ മേക്കിംഗ്. പ്രണയത്തോടൊപ്പം തന്നെ ഹ്യൂമറിനും ഇടം നൽകി നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ ജാഫർ ഇടുക്കി, ജൂഡ് ആന്റണി, മാല പാർവതി തുടങ്ങിയവരും അഭിനേതാക്കളാകുന്നു. പ്രവാസികളുടെയും കുടുംബത്തിന്റെയും ബുദ്ധിമുട്ടുകളും ഇണക്കങ്ങളും പിണക്കങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരേ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ രണ്ട് ഘട്ടങ്ങളെ ഹൃദ്യമായ രീതിയിൽ ഇന്റർകട്ട് ചെയ്ത് അവതരിപ്പിച്ച മേക്കിംഗ് ശൈലിയും ഏറെ പ്രശംസനീയമാണ്. ചിത്രത്തിന്റെ സംവിധാനത്തിനും രചനയ്ക്കും പുറമെ എഡിറ്റിംഗും ഛായാഗ്രഹണവും മൂവാറ്റുപുഴക്കാർ തന്നെയാണ്. സംസ്ഥാന അവാർഡ് ജേതാവായ മൂവാറ്റുപുഴ സ്വദേശി കിരൺ ദാസ് ചിത്രത്തിന്റെ എഡിറ്റിംഗും മൂവാറ്റുപുഴയിൽ താമസമാക്കിയ മധു അമ്പാട്ട ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കി പറഞ്ഞാൽ കലയുടെയും കലാകാരന്മാരുടെയും നാടായ മൂവാറ്റുപുഴയിലെ ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് മിണ്ടിയം പറഞ്ഞമെന്ന് പറയാൻ സാധിക്കും. മലയാള സിനിമയുടെ ക്രിസ്മസ് ന്യൂ ഇയർ പുതുചിത്രങ്ങളിൽ ഇടം നേടിയ ചിത്രം കുടുംബ പ്രേക്ഷകർക്കിടയിൽ തരംഗമായിരുന്നു. OTT-യിലും സിനിമയ്ക്ക് വൻ സ്വീകാര്യത ലഭിക്കുമെന്നതിൽ സംശയമില്ല.